السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. اللهم اجعل صباحنا هذا صباح مبارك للخير قريب ومن الشر بعيد لا خاسئ ولا خاسر. اللهم إنا نسألك خير الصباح وخير المساء وخير القدر وخير الليل وخير النهار وخير ما جرى به القلم. اللهم إنا نعوذ بك من شر الصباح وشر المساء وشر القدر وشر الليل وشر النهار وشر ما جرى به القلم. اللهم أنجنا وانج أحالنا من كيد الشيطان عند سكرات الموت يا أرحم الراحمين. اللهم اجعلنا وإياكم من القوم الذين يمشون على الصراط كالبرق يا أرحم الراحمين. اللهم وجهنا للخير وجه الخير إلينا يا أرحم الراحمين. ബഹുമാനമുള്ള അസ്സുആൽ ജവാബ് ക്ലാസ് റൂം, അതുപോലെ ഖുർആൻ ഹദീസ് പഠനവേദി, സുആൽ ജവാബ് മെയിൽ ക്ലാസ് റൂം, ഫീമെയിൽ ക്ലാസ് റൂം, ഫിഖ് മസ്അല ക്ലാസ് റൂം, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന വിഷയമായിരുന്നു. അതിൻ്റെ തുടക്കം ചില കാര്യങ്ങളൊക്കെയും നാം മനസ്സിലാക്കി. നാം സുബഹി നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നാം വിശകലനം ചെയ്തുകൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹു വബിഹി തൗഫീഖ് വൽ ഇആന ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൽമു പറയാൻ, അത് കേൾക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രായോഗികമാക്കാൻ നമുക്ക് എല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബഹി, അതെ, പ്രഭാത സമയം, അതെ, എന്നും പറയുന്നത് പോലെ അള്ളാഹു നമ്മുടെ ശരീരത്തിന് സുക്കൂന് നൽകുന്ന ഏതൊരു വസ്തുവിനും ഒരു തഹറുക്കും ഒരു സുക്കൂനും ഉണ്ടാവും. തഹറുക്ക് എന്ന് പറഞ്ഞാൽ അനക്കം, ചലനം, അങ്ങനെയാണ്. സുക്കൂന് എന്ന് പറഞ്ഞാൽ അടക്കം, ഒതുങ്ങുക, ഒരു ഒതുക്കം, അതുണ്ട്. അപ്പോ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു സുക്കൂനാണ്. അതായത് നമുക്കറിയാം, സുക്കൂൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലിപിയിലും ഉച്ചാരണത്തിലും അവിടെ ഒരു സുക്കൂനുണ്ട്. സുക്കൂനിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പാണ്, കുറച്ചു നേരം അവിടെ ശ്വാസം വിട്ട് നിൽക്കാം. ഹർക്കത്ത് ഇടുന്ന സമയത്ത് അവിടെ അകാരവും വികാരവും യകാരവും ഒക്കെ വരുന്നതാണ്. എന്നതുപോലെ നാം സുക്കൂനാകുന്ന ഉറക്കം, ആ സമാധാനത്തിൻ്റെ ആ ടൈം, അതിൽ നിന്നും നമ്മുടെ ചലനം തുടങ്ങുകയാണ്. തഹറുക്കിലേക്ക് നാം അടുക്കുകയാണ്. ആ ചലനങ്ങളിൽ നാം കാൽ വെച്ചുകൊണ്ട് ഓരോന്നിനായിട്ട് നമ്മൾ പുറപ്പെടാൻ ഒരുങ്ങുന്ന ടൈമിലേക്ക് നാം അടുത്തിരിക്കുകയാണ്. അതാണ് സുബഹയുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അറിയാം. എങ്കിൽ ഈ സുക്കൂനും തഹറുക്കും നമ്മിലേക്ക് അടുത്തു വരുമ്പോൾ, ഈ സുക്കൂനിലും തഹറുക്കിലും ഒന്നും തന്നെ നമുക്ക് നമ്മളെ പിടിച്ചു നിർത്താതെയും നമ്മുടെ മേൽ അധികാരം ചെലുത്താതെയും നമ്മൾ സാൽപാന്താവിലൂടെ ദിനസുറാത്തുൽ മുസ്തഖീം എന്ന പാതയിലൂടെ ചവിട്ടിക്കൊണ്ട് നടക്കാനും നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയവും ഉള്ളത്. നമ്മുടെ വിജയം അവിടെയാണ്. നമ്മുടെ
ദറജ അവിടെയാണ്. നമുക്ക് ശാശ്വതമായ വിജയം കിട്ടുന്നത് ആ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിൽ മാത്രമാണ്. പറഞ്ഞു വരുന്നത്, നാം ഈ സുക്കൂന് തഹറുക്കിന്റെ ഇടയിലൂടെ നമ്മെ നിയന്ത്രിക്കാനും വേണ്ടി, നമ്മെ ഒന്ന് അടക്കി ഭരിക്കാനും വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ സൽപാന്താവിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വേണ്ടി, മോശമായ ചിന്താഗതികളെ കൊണ്ട് നമ്മെ അലട്ടാനും വേണ്ടി, നമ്മെ വഴിതെറ്റിക്കാനും വേണ്ടി അൽ-ലഈൻ അശ്ശൈത്വാൻ ഇബ്ലീസ് നമ്മുടെ പിന്നാലെ ഉണ്ടാവും. അതെവിടെയും എപ്പോഴും ഉണ്ടാവും. അവൻ മാറി നിൽക്കുകയില്ല. വലിയൊരു അനുഗ്രഹമാകുന്ന ഉറക്കിലേക്ക് നാം ചെല്ലുമ്പോഴും ആ ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴും ഉണർന്നു കഴിഞ്ഞാലും അവൻ നമ്മുടെ മനസ്സിൽ പലതും തോന്നിപ്പിക്കാൻ വരും. യഥാർത്ഥത്തിൽ ഒരു ഫറാഗിന്റെ ടൈമാണ്, ഒരു വിശാലതയുടെ, ഒരു തുറന്നു വെച്ച ഒരു ടൈമാണ്. അപ്പോഴും അവൻ പലതും നമ്മൾ ചിന്തിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെയും നമുക്ക് ശക്തി തരും. പെട്ടെന്നാണത്. അത് ദേഹേച്ഛകളാണ്. നമ്മുടെ ഇച്ഛക്കൊത്ത് നമുക്ക് സഞ്ചരിക്കണമെന്ന് തോന്നിപ്പോകുന്ന രീതികൾ കൊണ്ടുവരും. ഇച്ഛയ്ക്ക് എതിരിലുള്ള ചലനമാണ് നമ്മളെ എപ്പോഴും വിജയത്തിലേക്കും സത്യത്തിലേക്കും നന്മയിലേക്കും നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുക. ഈ വാക്കുകൾ ഞാൻ പറയുന്നത് നമ്മുടെ ചില ചിന്താമണ്ഡലങ്ങളെ വികസിപ്പിക്കാനും ആലോചന നമുക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. അഫലാത്ത അഖൈലൂൻ, പരിശുദ്ധ ഖുർആൻ. അഫലാത്ത തദക്കറൂൻ, നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനുഷ്യൻ ചിന്താശക്തി വേണം, അപ്പോഴാണ് ആ മനുഷ്യൻ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഡോക്ടർ റിക്കാട്ടെ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതിനുള്ള ലക്ഷ്യം എന്താണ് എന്ന്. ചില യുക്തിവാദികളുടെ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം കൊടുത്ത മറുപടി ഇതായിരുന്നു. നാം കേട്ടിട്ടുണ്ട്, നാം പഠിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്കറിയാം. ഐ തിങ്ക് ദെയർഫോർ ഐ ആം. ഞാൻ ചിന്തിക്കുന്നു എന്നതാണ് ഞാൻ ഉണ്ട് എന്നതിന് ലക്ഷ്യം എന്നതാണ്. കാരണം മറ്റുള്ളതൊന്നുമല്ല. മറ്റുള്ളതിലൊക്കെയും അവിടെ റഷീദിയ എന്ന കിതാബിന്റെ ഭാഷയിൽ പറഞ്ഞ ലഖ്ള് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ അത് ഇല്ലാത്ത ഒരു മറുപടി ഇദ്ദേഹം കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമുക്ക് നമ്മുടെ ചലനങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ സകല മേഖലകളെയും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ആ ശക്തി, അത് നമ്മുടെ ചിന്ത തന്നെയാണ്. നല്ല നിലക്ക് ചിന്തിക്കാനുള്ള ശക്തി നമുക്ക് തന്നു എന്നത് തന്നെയാണ് പരിശുദ്ധ ഖുർആനും പറഞ്ഞത്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാര്, ഞാനീ പറയുന്ന വാക്കുകൾ നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലേക്ക് തന്നെയാണ്, എൻ്റെ മനസ്സിനോടാണ് ആദ്യമായിട്ടും. അപ്പോൾ മനസ്സിനോട് പറയുന്ന ഈ വാക്കുകൾ നമുക്ക് ഉപകരിക്കും എന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഉപകാരമുണ്ട്. പലവരും നേരിട്ടും അല്ലാതെയും ഒക്കെയും വിളിച്ചിട്ട് പല രീതിയിലും ഇതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല നിലക്ക് സഞ്ചരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. കാരണം നാം ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും അത് എല്ലാം ഖൈറാണ്, എല്ലാം നന്മയാണ്. ഇപ്പോൾ സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ വീട്ടിലുള്ള വേലകള്, അടുക്കള ജോലികള്, കുട്ടികളെ പരിപാലിക്കല്, ഹെവാന ചെയ്യല്, ഇതൊക്കെയും മഹത്തായ ഇബാദത്ത് തന്നെയാണ്. പക്ഷേ നല്ല ഒരു നിയ്യത്ത് മതി. ഇതുകൊണ്ടൊക്കെയും ഒരു നല്ല നിയ്യത്ത് വെച്ചാൽ മതി. ആ നിയ്യത്തോടുകൂടെ അതൊക്കെയും നല്ല സൽക്കർമ്മമായി. രാവിലെ എഴുന്നേറ്റ് കൊണ്ടിട്ട് ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുത്താൽ അതൊരു നല്ല സൽക്കർമ്മമാണ്. മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഒരുക്കി പറഞ്ഞയക്കുന്ന പ്രവർത്തനം ഒരു നല്ലതാണ്. പക്ഷെ അവിടെ ഒക്കെയും നല്ല ലോലമായ മനസ്സോടുകൂടി, ക്ലിയറായ ചിന്തയോടുകൂടി, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, റബ്ബെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവെ നിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ദീനിയായിട്ട് അവർക്ക് ഉഖ്റവിയായ നേട്ടങ്ങൾ കിട്ടാനും വേണ്ടിയിട്ടും എനിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇതുകൊണ്ട് നിന്റെ പ്രീതിയാണ് ഞാൻ കാംക്ഷിക്കുന്നത്. റബ്ബെ നല്ല നിലക്ക് മക്കളെ പോറ്റണം എന്ന് പഠിപ്പിച്ച ആ ആശയം ഞാൻ സ്വീകരിച്ചു കൊണ്ടുള്ള അമലാണ് ചെയ്യുന്നത്. നല്ല നിലക്ക് വഴിപ്പെടണം ഭർത്താവിനെ എന്ന് പറഞ്ഞ ആശയം ഞാൻ സ്വീകരിച്ചു കൊണ്ടുണ്ട്. റബ്ബെ അതിനെന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വജ്ഹിന് വേണ്ടിയാണ്, വജ്ഹില്ല അതിനു വേണ്ടിയിട്ടാണ്. സംഭവം ക്ലിയറായി, വളരെ ക്ലിയറായി. അപ്പോൾ ഈ പറയുന്നതും അതും ഒക്കെയും ഇബാദത്ത് തന്നെയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തിന് വേണ്ടി അല്ലാതെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിലുള്ള വിശദീകരണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന് ചിന്തയാണ് അവനെ എപ്പോഴും അവനെ നല്ല വഴിക്ക്, നേർവഴിയിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് എന്ന സത്യം നമുക്കറിയാം. അങ്ങനെ നല്ല ഒരു ചിന്തയോടുകൂടി, നല്ല ഒരു ചിട്ടയോടുകൂടി, നല്ലൊരു മനസ്സോടുകൂടി തുറന്നു വെച്ച സ്ഫടിക സുന്ദരമായ, സ്ഫടിക സമാനമായ, കുത്തുകളില്ലാത്ത, പുള്ളികളില്ലാത്ത
കറ പുരളാത്ത ഒരു മനസ്സോടു കൂടെയായിരിക്കണം ആദ്യമേ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാൻ വേണ്ടി പോകുന്നത്. പ്രഭാതം പൊട്ടിവിടർന്നതിനു ശേഷം നമ്മുടെ മേൽ ഫറളാക്കപ്പെട്ട നിസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ആ സുബ്ഹയുടെ നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സുബ്ഹയുടെ നോക്ക് സുബ്ഹ് പ്രഭാതമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സുബ്ഹയിലേക്ക് നാം കടക്കുമ്പോൾ ആ സുബ്ഹ് നിസ്കാരത്തിന്റെ തുടക്കത്തിലേക്ക് നാം വരികയാണ്. ആ ബാങ്ക് കൊടുത്തതിന് ശേഷം നാം ചില പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചു. മനസ്സൊക്കെ സുന്ദരമായി, റാഹത്ത് കിട്ടി, സമാധാനം കിട്ടി. അതിനുശേഷം നമ്മൾ നിസ്കാരത്തിലേക്ക് പോവാൻ വേണ്ടി അടുക്കുമ്പോൾ നമുക്ക് തന്ന ചിന്ത കൊണ്ട് നമ്മുടെ ചിന്തയെ തെറ്റിപ്പിക്കാനും വേണ്ടി, ചിന്ത കൊണ്ട് പലതും ആലോചിക്കാനും വേണ്ടി, നിസ്കാരത്തിൽ നമ്മുടെ ചിന്ത പല ഭാഗത്തേക്കും ചിതറി മാറ്റാനും വേണ്ടി, മോശമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വെക്കാനും വേണ്ടി ഇബ്ലീസ് അവനിങ്ങനെ തൊട്ട് അവനെ തോണ്ടി അവനിരിക്കും. അപ്പോൾ അവന്റെ ശല്യത്തിൽ നിന്നും നമുക്ക് മുക്തമാവണം. നമുക്ക് നല്ല ശക്തിയുള്ള, ആർജവമുള്ള, നല്ല ഉറപ്പുള്ള ഹൃദയത്തോടുകൂടി അള്ളാഹുലേക്കുള്ള ശില എന്ന ആ ബന്ധം സുദൃഢമാക്കിക്കൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയണം. ആ നിസ്കാരത്തിന് വേണ്ടിയിട്ട് നാം വരുന്നതിന്റെ മുമ്പ്, ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് സുന്നത്തായ കാര്യങ്ങളുണ്ട്. പ്രബലമായ കിതാബുകളിലൂടെ നുജൂമുൽ വഹാദി പോലുള്ള കിതാബിലൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഇഖാമത്തിന്റെ മുമ്പായിട്ട് നമുക്ക് പാരായണം ചെയ്യാം. എന്ത്? പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതുക. പരിശുദ്ധ ഖുർആൻ മുഴുവനും സൂറത്ത് ഫാത്തിഹയിലുണ്ട്. ആ സൂറത്ത് ഫാത്തിഹയിൽ ഉള്ളത് മുഴുവനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുണ്ട്. അതിലുള്ളത് മുഴുവനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലെ ബായിലുണ്ട്. അതിലുള്ളത് മുഴുവനും അതിലെ പുള്ളിയിലുണ്ട് എന്നാണല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പഠനം നമുക്ക് പഠിച്ചു തന്നത്. ആ വിഷയമാണ് നമ്മളെ മനസ്സിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു തഫ്സീറിലൂടെ പഠിപ്പിച്ചു തന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ, ഞാനാകുന്ന അല്ലെങ്കിൽ നിങ്ങളാകുന്ന എൻ്റെ വോയിസ് കേൾക്കുന്ന നമ്മൊക്കെയും ഈ കോലത്തിൽ ഇവിടെ ഉണ്ടായത് നമുക്കറിയാം. ഒരു പുള്ളിയാണ്. നമ്മെ നന്നാക്കിയതൊരു പുള്ളിയാണ് അല്ലെ? ആലോചിച്ച് നോക്കിയാൽ അവിടെയാണ്. നാം നന്നാക്കിയിട്ടുള്ളതൊരു പുള്ളിയാണ്. എന്താണ് ആ പുള്ളി? നോക്കൂ, നമ്മൾ പാന്റെ മുതുകിൽ നിന്ന് വരുന്ന ആ നുതുഫത്തുണ്ടല്ലോ, അതൊരു പുള്ളി തന്നെയല്ലേ? ആ പുള്ളിയാണ് ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വന്നത്. ആ ഗർഭാശയത്തിൽ ആ പുള്ളി വന്നതിന് ശേഷം അതിൽ നിന്നും നാം ആകുന്ന കയ്യും കാലും കണ്ണും മൂക്കും ചെവിയും നാക്കും ഇതൊക്കെയും പടച്ചുകൊണ്ട് റബ്ബ് ഒരു സൃഷ്ടിയാക്കി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞ ഈ തഫ്സീറിന്റെ മാന ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും കഴിയും. ഇതിലൂടെ നമുക്ക് ഖുർആനെ മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ അതാണ് ഉമ്മുൽ ഖുർആൻ. ഖുർആനിന്റെ ഉമ്മയാണ്. ഖുർആനിന്റെ ഉമ്മയാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. നമ്മുടെ രോഗത്തിന്റെ ശമനം കിട്ടണോ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ. മനസ്സിലെ ഹൃദയ ശുദ്ധീകരണം വേണോ? സൂറത്തുൽ ബഖറ. കുശുമ്പില്ലാത്ത, വാശിയില്ലാത്ത, ഹസദില്ലാത്ത, സുംഅത്തില്ലാത്ത, റിയാ ഇല്ലാത്ത, കിബറില്ലാത്ത മനസ്സ് വേണോ? സൂറത്തുൽ ഫാത്തിഹ. നേരായ വഴിയിൽ സഞ്ചരിക്കാൻ ചവിട്ടുറപ്പിക്കണോ? സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യമായിട്ട് നമുക്ക് ചൊല്ലേണ്ടതും സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചിന്തയെ ഒന്ന് നന്നാക്കാൻ വേണ്ടി, ചിന്തയിൽ അലട്ടൽ വരാതിരിക്കാൻ വേണ്ടി, പൈശാചികമായിരിക്കുന്ന ചിന്തകളൊന്നും തന്നെ മനസ്സിനെ പിടിച്ചു കുലുക്കാതിരിക്കാനും വേണ്ടി നമുക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ്, ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് പാരായണം ചെയ്യാം സൂറത്തുൽ ഫാത്തിഹ. ഞാൻ വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല, കുറച്ച് കാര്യമേ പറയുന്നുള്ളൂ. സൂറത്തുൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് വരുന്ന ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അതുവരെ ഇങ്ങോട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുക. ആ സൂറത്തുൽ ഫാത്തിഹ ഓതുകൊണ്ട് നമ്മളൊരു ഉന്മേഷവാന്മാരാകുക. ആ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം നാം പാരായണം ചെയ്യണം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്,
ഖുൽ ഹുവല്ലാഹു അഹദ്. പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതകളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധമായ വചനങ്ങളാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. നമുക്കൊക്കെയും ചെയ്യാം, എല്ലാവർക്കും കാണാപ്പാഠം കിട്ടുന്ന ഒരു സൂറയാണ്. ഇന്നു മുതൽ നമുക്കതൊന്നങ്ങ് ശീലമാക്കി കൊണ്ടുവരാം. എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ, ശീലമാക്കൂ. നമ്മൾ ജമാഅത്തിനായിട്ട് വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പിഞ്ചു പൈതങ്ങളോട് പറഞ്ഞു കൊടുക്കാം, അവരെയും കൂട്ടിക്കൊണ്ടോതുക. ഉമ്മ കുറച്ച് ഉച്ചത്തിൽ ഓതുമ്പോൾ കുട്ടികൾക്ക് അത് കേൾക്കാം. അതല്ലെങ്കിൽ സഹോദരന്മാരോ ഉപ്പയോ ഉണ്ട് വീട്ടിലെങ്കിൽ അവരാണ് നെൽമാമത്ത് നിൽക്കുന്നെങ്കിൽ അവരൊക്കെ അത് ഓതാം. അതുപോലെ പള്ളിയിലാണ് ജമാഅത്തിന് വന്നിരിക്കുമ്പോൾ നമുക്കറിയാം ഏത് ടൈമിനാണ് ഈ മുഅദ്ദിൻ അവിടെ ഇഖാമത്ത് വിളിക്കുന്നത് എന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമുക്ക് ഈ സൂക്തങ്ങൾ, ഈ ആയത്തുകൾ, ഈ സൂറകൾ നമുക്ക് പാരായണം ചെയ്യാം. അങ്ങനെ ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഫർളാക്കപ്പെട്ട 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഹൃദയം ശുദ്ധമാണ്, മനസ്സ് ശുദ്ധമാണ്, മറ്റുള്ള ചിന്തകളില്ല, അലട്ടലില്ല, ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ലിസ്വലത്തില്ല, അള്ളാഹുവിനോടുള്ള ബന്ധം, അള്ളാഹുവിലേക്കുള്ള മുനാജാത്ത്, അള്ളാഹുവിനോടുള്ള അഭിമുഖ സംഭാഷണം നടത്താൻ പോകുന്ന വേള നമ്മൾ ശുദ്ധമാക്കി അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷമാണ് ഇഖാമത്ത് കൊടുക്കുന്നത്. ഖദ് ഖാമത്തിസ് സ്വലാ എന്ന് നമ്മൾ വിളിച്ചു പറയുന്നതിന്റെ മുമ്പ് നാം ഓതണം സൂറത്തുൽ ഫാത്തിഹ. മനസ്സിലാകുന്നുണ്ടല്ലോ? വളരെ 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 എളുപ്പമുള്ള വിഷയങ്ങളാണ്, ഒന്നും കട്ടിയില്ല, വളരെ എളുപ്പമുള്ള വിഷയങ്ങളാണ്. നമുക്ക് ചെയ്യാൻ, നമുക്ക് ശീലിക്കാം. അപ്പോൾ അതിന്റെ മുമ്പോതുക സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതുക സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ആ സൂറയുടെ പേര് തന്നെ ഇഖ്ലാസ് എന്നാണ്, നിഷ്കളങ്കത. അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ സ്ഥിരപ്പെടുത്തുന്ന ഏറ്റവും വലിയ സൂക്തമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ ഇഖ്ലാസ് സൂറത്താണ് നാം ഓതേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ അർത്ഥതലത്തിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഖുർആൻ ഹദീസ് പഠനവേദിയിൽ ഇതൊക്കെ വിശദീകരിച്ചതുകൊണ്ട് നമുക്ക് അവിടേക്കൊന്ന് ചിന്ത മാറ്റിയിട്ട് അതൊന്ന് കേൾക്കാം, ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അതിന് ശ്രദ്ധിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സമയം ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറ ഓതിയതിന് ശേഷം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. സൂറത്തുൽ ഫലഖ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അത് കഴിഞ്ഞതിന് ശേഷം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ആ സൂറയും അങ്ങോട്ട് ഓതുക. എന്താണ്? നാസിന്റെ റബ്ബിനോട് ഞാൻ കാവല് തേടുന്നു, പൈശാചികതയെ കൊണ്ട് ഞങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ വരുന്ന പിശാചിന്റെ ഖന്നാസായ ആ വസുവാസ് ഉണ്ടാക്കുന്ന, നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിച്ച് കളയിപ്പിക്കുന്ന, മോശമായ ചിന്തകളെ കൊണ്ട് ഞങ്ങളെ വഴിതെറ്റിപ്പിക്കുന്ന ആ പിശാചിന്റെ ഷർറിനെ തൊട്ട് ഞാൻ കാവല് തേടുന്നു എന്ന വാക്ക്, എന്ന ആയത്തുച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ഇഖാമത്ത് കൊടുക്കുന്നത്. പിന്നെയാണ് നിസ്കാരത്തിലേക്ക് പോകുന്നത്. അങ്ങനെയായിരിക്കട്ടെ നമ്മുടെ ശൈലിയും രീതിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഓതുക, ഇഖ്ലാസ് ഓതുക, സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക, സൂറത്തുൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അത് ഓതുക. അപ്പോൾ മനുഷ്യന്മാരുടെ ശല്യത്തെ തൊട്ടും ജിന്ന് പിശാചിന്റെ ശല്യത്തെ തൊട്ടും അസൂയാലുക്കളുടെ ശല്യത്തെ തൊട്ടും എല്ലാം നമുക്ക് മുക്തമാവാൻ കഴിയും. ഇത് ഒരു തുടക്കമാവട്ടെ. സാധാരണ ചെയ്യുന്നവർ ഒന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവർ അത് സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക. നമുക്ക് ചെയ്യാം, നമ്മുടെ അരുമ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ചെറിയതാണ്, എല്ലാവർക്കും കാണാപ്പാഠം കിട്ടുന്നതാണ്. അപ്പൊ അതിന്റെ മുമ്പായിട്ട് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതിക്കൊണ്ട് ഇഖാമത്ത് വിളിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഇഖാമത്ത് വിളിക്കുന്നു. ആ ഇഖാമത്ത് വിളിച്ചതിന് ശേഷം നാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിയ്യത്ത് വെച്ചുകൊണ്ട് സുബഹിയുടെ നിസ്കാരം 2 റക്അത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിന്ത ശരിയാവാനും വേണ്ടി, നല്ല കോൺഫിഡന്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ആയത്തുകൾ നാം പാരായണം ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത് പാരായണം ചെയ്തുകൊണ്ട്
നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് തയ്യാറെടുപ്പ് നടത്താം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറച്ചായിട്ട് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണേ എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.